ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വാർത്ത ആദ്യം റിപ്പോർട്ടറിൽ. CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണ്ടും ED റെയ്ഡ്. കോഴിക്കോടടക്കം 8 ഇടങ്ങളിലാണ് റെയ്ഡ് നടന്നിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ കൂടി ഉൾപ്പെട്ടിരിക്കുന്ന കേസാണ് CMRL എക്സാലോജിക്ക് കേസെന്നറിയാം. ആ സാമ്പത്തിക ഇടപാട് കേസിലാണ് EDയുടെ റെയ്ഡ് നടന്നത്. നേരത്തെ പിണറായി വിജയന്റെ വീട്ടിലും വീണ വിജയന്റെ വീട്ടിലും ഒക്കെയായിട്ട് വലിയ റെയ്ഡുകൾ നടന്നിരുന്നു. ഇപ്പോൾ കോഴിക്കോടടക്കം 8 ഇടങ്ങളിൽ റെയ്ഡ് നടന്നു എന്നൊരു വാർത്ത വരുന്നു. ശരൺ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരൺ, വെരി ഗുഡ് മോർണിംഗ് ശരൺ. ഈ 8 ഇടങ്ങൾ എന്ന് പറയുമ്പോൾ വീണ വിജയനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഇടങ്ങളിലാണോ റെയ്ഡ് നടന്നിരിക്കുന്നത്? എവിടെയൊക്കെയാണോ? അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. എന്തായാലും 7 മണിയോട് കൂടി റെയ്ഡുകൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട റെയ്ഡുകളിലേക്ക് കൂടി കടന്നിരിക്കുകയാണ്. അതായത് ഈ വീണ ടി അടക്കം ബന്ധം വരുന്ന റെയ്ഡാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. നേരത്തെ മെയ് 27, അതായത് ഈ വർഷം മെയ് 27 വിശദമായ റെയ്ഡ് EDയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നതാണ്. കേരളത്തിലും പുറത്തുമായിട്ട് 12 ഇടങ്ങളിലാണ് റെയ്ഡുകൾ നടത്തിയിരുന്നത്. അങ്ങനെ രേഖകൾ പിടിച്ചെടുത്തതിന് പിന്നാലെ അവർ തുടർ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു. വീണ ടിയെ 2 തവണ കൊച്ചി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യലിലേക്കൊക്കെ പോയിരുന്നതാണ്. ഒപ്പം തന്നെയാണ് CMRലെ പ്രധാനപ്പെട്ട ആളുകൾ ഉന്നതരിലേക്ക് അന്വേഷണം നീളുകയും അവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു റെയ്ഡ് നടക്കുന്നത്. അത് മലബാർ കേന്ദ്രീകരിച്ചാണ് റെയ്ഡ് നടക്കുന്നത്. കോഴിക്കോട് അടക്കമുള്ള 8 ഇടങ്ങളിലാണ് റെയ്ഡ് നടക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഏതൊക്കെ കേന്ദ്രങ്ങളാണെന്നുള്ളത് ED വ്യക്തത വരുത്തിയിട്ടില്ല. അല്പസമയത്തിനും തന്നെ അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും. നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത് പ്രാഥമിക വിവരമാണ്. മലബാറിൽ, അതായത് കോഴിക്കോട് അടക്കമുള്ള 8 ഇടങ്ങളിലാണ് റെയ്ഡുകൾ നടക്കുന്നത്. നമുക്കറിയാം, നേരത്തെ വീണ ടിക്ക് ഒരു കമ്പനി മാത്രമല്ല, എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനി മാത്രമല്ല, മറ്റൊരു കമ്പനി കൂടി വീണ ടിക്ക് ഉണ്ട്. പാർട്ട്ണറായിട്ടുള്ള ഒരു കമ്പനിയുണ്ട്. അത് ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്നുള്ള കമ്പനിയാണ്. ആ കമ്പനിയുടെ ഉണ്ടായിരുന്ന 16.5 ലക്ഷം രൂപ ED മരവിപ്പിക്കുകയും ചെയ്തിരുന്നു. ആ മരവിപ്പിച്ച വിവരങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുമ്പാകെ ED സമർപ്പിക്കുകയെല്ലാം ചെയ്തിരുന്നതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കൂടുതൽ റെയ്ഡുകളിലേക്ക് കടന്നിരിക്കുന്നത്. എന്തായാലും ഏതൊക്കെ കേന്ദ്രങ്ങളിലാണെന്നുള്ള കാര്യത്തിലാണ് വ്യക്തത വരാനുള്ളത്. ആരുടെയൊക്കെ വീടുകളിലെ റെയ്ഡുകൾ നടക്കുന്നു എന്ന കാര്യത്തിലും വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ED കൂടുതൽ ഊർജിതമാക്കുകയാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ നമുക്കറിയാം, അന്വേഷണ പരിധിയിലേക്ക് വീണ ടിയുടെ ഭർത്താവായ മുഹമ്മദ് റിയാസ്, അദ്ദേഹവും ഒപ്പം തന്നെ പിതാവായ നിലവിലെ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയനിലേക്കൊക്കെ തന്നെ അന്വേഷണം നീളുകയാണെന്നുള്ളൊരു സൂചന ED നൽകിയിരുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് സമൻസ് അയക്കുമോ എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. താങ്ക് യു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പുതിയ റെയ്ഡുകളുമായി ED വരുന്നു എന്നുള്ള വാർത്തയാണ് ശരൺ പങ്കുവച്ചത്. ഈ വാർത്ത ആദ്യം കേരളം അറിയുന്നത് റിപ്പോർട്ടറിലൂടെയാണ്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. അപ്പോൾ ചില പ്രേക്ഷകർ ചോദിക്കും, നിങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ പറയണോ? അത് ഞങ്ങൾക്ക് അറിയില്ലേ എന്നുള്ളതാണ്. ചിലർക്ക് അറിയില്ല. ചിലർ ഈ വാർത്ത കൊടുത്താലും ഫസ്റ്റ് ഓൺ എന്ന് പറഞ്ഞ് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് അവരെ കൂടി ഒന്ന് ഓർമ്മപ്പെടുത്താൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാമല്ലോ, ആദ്യ വാർത്തകളെല്ലാം തന്നെ, മിക്കവാറും വാർത്തകൾ എല്ലാം ഒന്നും നമ്മൾ അവകാശപ്പെടുന്നില്ല. എങ്കിലും ഒരു 70-75% വാർത്തകളും പ്രിയപ്പെട്ട പ്രേക്ഷകർ ആദ്യം അറിയുന്നത് റിപ്പോർട്ടർ TVയിലൂടെയാണ് എന്നുള്ളതാണ്. നമ്മുടെ ഫീൽഡിൽ നിന്ന് നമ്മുടെ റിപ്പോർട്ടർമാർ അത്രയും വേഗത്തിലാണ് വാർത്തകൾ സമാഹരിക്കുന്നത്. കുഞ്ഞു തെറ്റുകളൊക്കെ ആ വാർത്തയുടെ വേഗത്തിൽ സംഭവിക്കുന്നു. അതുകൊണ്ട് ഇനി അത്തരം തെറ്റുകൾ പോലും ഉണ്ടാവരുത് എന്നുള്ള നിർദ്ദേശമാണ് നമ്മൾ പൂർണ്ണമായും കൊടുത്തിരിക്കുന്നത്. ഒരു 0 എറർ, ഒരു തെറ്റുമില്ലാതെ വാർത്താ സംപ്രേഷണം എന്ന മനോഹരമായ സ്വപ്നത്തിലേക്ക് എത്തുകയാണ് നമ്മുടെ ലക്ഷ്യം. ഒരു മേഖലയിലും തെറ്റുണ്ടാവാൻ പാടില്ല. പ്രേക്ഷകർ കാണുന്ന വാർത്തകൾ മാത്രമല്ല, വാർത്തകൾ പ്രോസസ്സ് ചെയ്തു വരുന്ന വഴിയുണ്ടല്ലോ നമ്മുടെ ഓഫീസിലെ പ്രവർത്തനങ്ങളാണ്.